ആഫ്ര ഓസ്ട്രേലിയൻ ഹെൽത്ത് പ്രാക്ടീഷണർ റെഗുലേഷൻ ഏജൻസി അവരുടെ രജിസ്ട്രേഷൻ സ്റ്റാൻഡേർഡ്സിൽ കുറച്ച് റിലാക്സേഷൻസ് വരുത്തിയിട്ടുണ്ട്, സ്പെസിഫിക്കലി ലാംഗ്വേജ് സ്കില്ലിൽ. സോ ആ റിലാക്സേഷൻ എന്തൊക്കെയാണെന്ന് പറയാൻ വേണ്ടിയാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ടാസി 360യുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രധാനമായിട്ടും 4 മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ മാറ്റങ്ങളൊക്കെ നിലവിൽ വരുന്നത് ഏപ്രിൽ 2025 മുതലാണ്. അതായത് അതുവരെയുള്ള ടെസ്റ്റുകൾക്കെല്ലാം അവർ പഴയ സ്കോർസ് തന്നെയായിരിക്കും അവർ നോക്കുന്നത്. ഏപ്രിൽ 2025 ശേഷമുള്ള IELTSന്റെ സ്കോർസ് ആണ് അവർ പുതിയ മാറ്റങ്ങളോട് കൂടി അവർ അക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു IELTS മാത്രമല്ല, അവർ വേറൊരു ഇംഗ്ലീഷ് ടെസ്റ്റ് കൂടി അവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നോക്കാം. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ചില കൺട്രീസിൽ സെക്കൻഡറി ആൻഡ് ടേഴ്സറി എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയ ആളുകൾക്ക് IELTS എക്സാം എഴുതേണ്ട, അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കില്ലിൽ ആഫ്ര രജിസ്ട്രേഷന് ഇതുവരെ ആവശ്യമില്ലായിരുന്നു. അങ്ങനെ നിലവിലുണ്ടായിരുന്നത് 7 രാജ്യങ്ങളായിരുന്നു അവർ അംഗീകരിച്ചിരുന്നത്. അതേതൊക്കെയാണെന്ന് വെച്ചാൽ ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ്, UK, US, സൗത്ത് ആഫ്രിക്ക ആൻഡ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്. സോ ഈ ലിസ്റ്റിൽ ഈ 7 രാജ്യങ്ങളുണ്ടായിരുന്ന ലിസ്റ്റിൽ നിന്ന് സൗത്ത് ആഫ്രിക്കയെ അവർ പുറത്താക്കി മാൾട്ടയെ അവർ ആഡ് ചെയ്തു. അപ്പം മാൾട്ടയിൽ എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയ ആളുകൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ചാൻസ് അവർ തന്നു. ഇത് മാത്രമല്ല, ഈ 7 എന്നുള്ള ലിസ്റ്റിനെ അവർ 30 മാറ്റി. അപ്പം ഇത്രയും നാളും വളരെ കുറച്ച് കൺട്രീസെ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പം 30 കൺട്രീസിൽ അവർ റെക്കഗ്നൈസ് ആക്കി മാറ്റിയിട്ടുണ്ട്. പുതിയ ലിസ്റ്റിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഐൽ ഓഫ് മാൻ, ജമൈക്ക, മാൾട്ട, ജേഴ്സി, സെന്റ് ലൂസിയ, സെന്റ് വിൻസെന്റ് ആൻഡ് ഗ്രനാഡിൻസ്, ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ, അങ്ങനെ ഒരു കുറേ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഏതൊക്കെ കൺട്രീസ് ആണെന്നുള്ളത് നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടുത്ത മാറ്റം വന്നിരിക്കുന്നത് IELTSന്റെ റൈറ്റിംഗ് സ്കോറിലാണ്. സോ റൈറ്റിംഗ് സ്കോറിൽ ഇതിനു മുന്നേ അവർ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് 7 എന്ന സ്കോറാണ് ബാൻഡിന് മിനിമം ആയിട്ട് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആ റൈറ്റിംഗ് സ്കോർ അവർ 7 എന്നുള്ള മിനിമത്തിൽ നിന്ന് 6.5 അവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ഏപ്രിൽ 2025 മുതൽ റൈറ്റിംഗ് സ്കോർ 6.5 ഉള്ളെങ്കിലും നമുക്ക് ആഫ്ര രജിസ്ട്രേഷൻ നമ്മൾ എലിജിബിൾ ആണ്. മൂന്നാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ ലാംഗ്വേജ് ടെസ്റ്റുകൾ നമ്മൾ കമ്പൈൻ ചെയ്യാറുണ്ടല്ലോ രജിസ്ട്രേഷന് വേണ്ടി. അങ്ങനെ കമ്പൈൻഡ് ആയിട്ടുള്ള ടെസ്റ്റ് റിസൾട്ടിൻ്റെ വാലിഡിറ്റി അവർ അക്സെപ്റ്റ് ചെയ്തിരുന്നത് 6 മന്ത്സിനുള്ളിലുള്ളതായിരുന്നു. പക്ഷേ അവർ വാലിഡിറ്റി അത് 1 ഇയർ വരെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് ഏപ്രിൽ മുതൽ 1 ഇയറിനുള്ള കമ്പൈൻഡ് ആയിട്ടുള്ള ടെസ്റ്റ് റിസൾട്ട്സ് അവർ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, അവസാനത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസിൻ്റെ ടെസ്റ്റിൻ്റെ കൂടെ IELTS OET കൂടാതെ അവർ കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ ടെസ്റ്റും കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഏപ്രിൽ മുതൽ അവർ അതും അക്സെപ്റ്റ് ചെയ്യും. നിലവിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെയാണ് മെയിൻ മാറ്റങ്ങൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഇതും ഒരു പ്രപ്പോസ്ഡ് പ്ലാൻ ആണ്, കൺഫേംഡ് അല്ല. ഏപ്രിൽ 25-നാണ് ഇത് നിലവിൽ വരുന്നത്. അപ്പോൾ ആ സമയത്തോടു കൂടി എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അവരത് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് കൂടുതൽ അപ്ഡേറ്റ്സ് തരാൻ പറ്റും. അപ്പോൾ തുടർന്ന് നമ്മുടെ വീഡിയോസും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്